മഞ്ജു ഏലസും വ്രതത്തെക്കുറിച്ചൊക്കെയുള്ള സത്യം അറിഞ്ഞപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനമായി. മഹിമ അത് കൃത്യമായിട്ട് കുഞ്ഞാറ്റയുടെ തലയിൽ ഇട്ടു കൊടുത്തു. അതുകൊണ്ട് മഞ്ജുവിന് സംശയമൊന്നും ഉണ്ടായില്ല. കാളീശ്വരി വന്ന് ഏലസൂരി മാറ്റാൻ പറഞ്ഞപ്പോ അമ്മയ്ക്ക് പ്രശ്നമൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. അപ്പം മഞ്ജുവിന്റെ മുഖത്തെ ആശ്വാസം ഒന്ന് കാണണമായിരുന്നു. ഒരു വലിയൊരു ഭാര്യ ഇറക്കി വെച്ചതുപോലെ ഉണ്ടായിരുന്നു. അമ്മയും കുഞ്ഞാറ്റയൊന്നും സ്വപ്നത്തിൽ പോലും കാളീശ്വരി പ്ലേറ്റ് മാറ്റുമെന്ന് കരുതി കാണൂല അല്ലേ? അതെ, അവരൊക്കെ ഞെട്ടി നിൽക്കായിരുന്നു. എന്നാ കാളീശ്വരി എല്ലാവരുടെ മുന്നിൽ വെച്ച് കുറ്റം പറയാനും പറ്റില്ല. കാരണം പൂജയുടെ ലക്ഷ്യം ഞങ്ങളുടെ ബന്ധം കൂടുതൽ നന്നാക്കാൻ വേണ്ടിയാണെന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി മാറ്റി പറയാൻ പറ്റൂ? എന്റെ ദൈവമേ, ഇത്രയും കാലം ആ പാവം മഞ്ജുവിനെ എല്ലാരും കൂടി പറ്റിക്കായിരുന്നില്ലേ? അതിന്റെ ശിക്ഷ അമ്മയ്ക്കും സ്വപ്നയ്ക്കും വഴിപാടിന്റെ രൂപത്തില് മഹിമ കൊടുത്തല്ലോ. പിന്നെ കുഞ്ഞാറ്റൊക്കെ ഉള്ളത് അത് രാത്രി മഞ്ജുവിന്റെ കിട്ടി. ആ, നല്ല അസൽ ഇരുട്ടൽ. വീടിന്റെ കറണ്ട് കട്ടിയത് വീട്ടിലിട്ട് തന്നെ തലങ്ങും വിലങ്ങും അടിച്ചു. കുഞ്ഞാറ്റ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏതോ കള്ളന്മാര് വീട്ടിൽ കയറി അടിച്ചു. എന്നാലും മഞ്ജു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പോലീസുകാരിയല്ലേ, അതിന്റെ ഗുണം അവള് കാണിക്കാതിരിക്കോ? ആ വീട്ടിലെ തല്ല് വാങ്ങാൻ ആർക്കെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞാറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അവരുടെ സംസാരം കേട്ടാലേ കൈ ഇല്ലാത്തവൻ വരെ കൈ കെട്ടിവെച്ചടിക്കും. ഞാനും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഞെട്ടണ്ട, സത്യം ഞാൻ പറഞ്ഞ. അതൊക്കെ പോട്ടെ, നീ ഇനി അമ്മയോ ബാക്കിയുള്ളവരോ പറയുന്നത് കേട്ട് മഞ്ജുവായിട്ട് എന്തെങ്കിലും വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും പോകരുത്. നിങ്ങളുടെ ഭാവി നിന്റെ കയ്യില. നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളവർ ഇടപെടാൻ സമ്മതിക്കരുത്. ആ പാഠം വൈകിയാണെങ്കിലും ഞാൻ പഠിച്ചേ. ഇനി എനിക്ക് മനസമാധാനമായിട്ട് മഞ്ജുവിനോട് ജീവിച്ചാ മതി. അതാണ്. എന്റെ ഫോണാണല്ലോ അത്. ഞാനിപ്പോ വരാവേ. അതെ, വ്രതമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നൊരു ആഘോഷമായിരിക്കും അല്ലേ? എന്താഘോഷം? ഓ, പിന്നെ ഒന്നും അറിയാത്ത പോലെ. ഒന്ന് പോടാ. ഓ, പിന്നെ കലിപ്പന് നാണം വന്ന് നോക്കട്ടെ. ആ മകം ഒന്ന് കാണിക്കടാ. ഒരിക്കലും കാണാൻ പറ്റാത്തൊരു സംഭവം ഈ മുഖം. ഞാൻ വീഡിയോ എടുക്കട്ടാ. ഒന്ന് പോടാ. നടക്കട്ടെ.